അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഐസെൻട്രോപിക് ഫ്ലോയിൽ നിന്നാണ്. ഐസെൻട്രോപിക് ഫ്ലോയിൽ തുടങ്ങുമ്പോഴത്തേക്ക് എന്താണ് ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പഠിക്കണം. അപ്പോൾ നമുക്ക് 3 ഫ്ലോസ് ആണ് 3 മൊഡ്യൂൾസ് ആയിട്ട് പഠിക്കാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂൾ ഐസെൻട്രോപിക് ഫ്ലോ, തേർഡ് മൊഡ്യൂൾ അതിൻ്റെ ഷോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. അപ്പം ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് തേർഡിൽ തീരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർത്ത് മൊഡ്യൂൾ വന്നിട്ട് നമുക്ക് ഫാനോ ഫ്ലോ പഠിക്കാനുണ്ട്. ഫിഫ്ത്ത് മൊഡ്യൂൾ വന്നിട്ട് നമുക്ക് റിയലേ ഫ്ലോ പഠിക്കാനുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫ്ലോ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിന് റിലേറ്റ് ചെയ്ത് ബാക്കി ഫ്ലോസ് എന്ന് പറയുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമുക്ക് കൺസെപ്റ്റ് ജസ്റ്റ് മനസ്സിലാക്കുക, അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടുക എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അല്ലാതെ നമ്മൾ വലിയ ഡീപ്പായിട്ട് സംഭവങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പം ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഹാപ്പൻസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ഏരിയ. അതായത് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് അവിടെ ഒരു ഫ്ലോ നടക്കുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ ഈസ് നോൺ ആസ് ഐസെൻട്രോപിക് ഫ്ലോ. അപ്പോൾ നമുക്ക് ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറയുന്നതിനെ നമുക്ക് കാണിക്കണമെങ്കിൽ അവിടെ നമ്മൾ കാണിക്കുമ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ ചേഞ്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഫ്ലോയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു കൺട്രോൾ വോളിയം ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എൻ്റയർ സർഫസിനെ ഇത് എന്ത് ചെയ്തു, ബൗണ്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബൗണ്ടറി ഞാൻ കൺസിഡർ ചെയ്തു. ഇതൊരു കൺട്രോൾ വോളിയം ആണെങ്കിൽ ദ ഏരിയ ഈസ് ആക്ച്വലി ചേഞ്ചിങ്. അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്, കോൺസ്റ്റൻറ്റ് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ എം ഡോട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എം ഡോട്ട് പുറത്തേക്ക് ഓടുന്നുണ്ട്. ഇറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് പർട്ടിക്കുലർ വെലോസിറ്റി. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എ ആണെങ്കിൽ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് A+DA ആണെന്ന് പറയാം. ദാറ്റ് മീൻസ് ദെയർ വിൽ ബി സം ചേഞ്ച് ഇൻ ഏരിയ. അപ്പോൾ ഈ ചേഞ്ച് ഇൻ ഏരിയ ഉണ്ട്. ഇവിടുത്തെ പ്രോപ്പർട്ടീസ് നമുക്ക് പ്രഷർ P ആണ്, ടെമ്പറേച്ചർ T ആണ്, അവിടുത്തെ എൻതാൽപ്പി H ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് എ പർട്ടിക്കുലർ വെലോസിറ്റി. മാസ് ഫ്ലോ എന്ന് പറയുന്നത് V എന്ന് പറയുന്ന വെലോസിറ്റിയിൽ നടക്കുകയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റിക്ക് V+dV എന്ന് കൊടുക്കേണ്ടി വരും. ദെയർ വിൽ ബി ചേഞ്ച് ഇൻ വെലോസിറ്റി ഡ്യൂ ടു ദി, അതായത് പ്രോപ്പർട്ടി ചേഞ്ചസ് ഉണ്ടാവാം. കാര്യം ഏരിയയ്ക്ക് ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് ഉണ്ടാകുന്ന പ്രോപ്പർട്ടി ചേഞ്ചസ് മാത്രമാണ് നമ്മളിവിടെ എന്തായിട്ട് എടുക്കുന്നത്, ഐസെൻട്രോപിക് ഫ്ലോയിലെ കാര്യം ഡ്രൈവിംഗ് പൊട്ടൻഷ്യലായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഏരിയ വേരിയേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രോപ്പർട്ടി ചേഞ്ചസ് dP+dP എന്ന് എടുക്കാം, പ്രഷറിൻ്റെ ടെമ്പറേച്ചറിൻ്റെ T+dT എന്ന് എടുക്കാം. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, അല്ല എന്താണ്, കൂടുതലാവും കുറവാകും. എന്താൽപ്പിയിലെ H+ എന്തെന്ന് DH എന്നൊക്കെ പറഞ്ഞെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫ്ലോയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ദ ഫ്ലോ റെപ്രസെൻറ്റഡ് ബൈ, അല്ലെങ്കിൽ ദ ഫ്ലോ ഹാപ്പൻസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ഏരിയ വേരിയേഷൻ, ചേഞ്ച് ഇൻ ഏരിയ. ആ ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഫ്ലോസിനെ നമ്മൾ ഐസെൻട്രോപിക് ഫ്ലോസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഫ്ലോ നടക്കണമെങ്കിൽ ദർ വിൽ ബി സം സർട്ടൻ പ്രോപ്പർട്ടി ചേഞ്ചസ്. ഇവിടുത്തെ പ്രഷർ കൂടുതലോ ഇവിടുത്തെ പ്രഷർ കുറയൊക്കെ ആവാം. പ്രഷർ കൂടിയ സ്ഥലത്ത് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് ഫ്ലോ നടക്കുക. അപ്പം ഈ ഫ്ലോ നടക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഏരിയ ഒരിക്കലും അപ്പോൾ ഇങ്ങനെ ഒരിക്കലും നമുക്ക് ഐസെൻട്രോപിക് ഫ്ലോയിൽ വരച്ചിട്ട് ഇവിടെ ഒരു സ്റ്റേറ്റ് അടയാളപ്പെടുത്താൻ പറ്റത്തില്ല. അതെന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഏരിയയിൽ വരുന്ന സാധനങ്ങൾ ഏരിയ മാറുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ചേഞ്ചിൽ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും, റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോപ്പർട്ടി ചേഞ്ചസ് ആണ് അസംഷൻ. അപ്പോൾ അതിനുവേണ്ടി കുറേ കണ്ടീഷൻസ് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ഫ്ലോ വേരിയേഷൻ ഇൻ ദ ഫ്ലോ ഏരിയ ഈസ് ദ ഓൺലി ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ. ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന് കാരണക്കാരനായ ഒരു സാധനം എന്ന് പറയുന്നത് ഓൺലി എന്താണ്, വേരിയേഷൻ ഇൻ ഏരിയ ആണ്. അതായത് വേരിയേഷൻ ഇൻ ഫ്ലോ ഏരിയ ഈസ് ദ ഓൺലി ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ റെസ്പോൺസിബിൾ ഫോർ ദി പ്രോപ്പർട്ടി ചേഞ്ചസ് ഇൻ ദ ഫ്ലോ. ഈ ഫ്ലോയിൽ ഉണ്ടാകുന്ന പ്രോപ്പർട്ടി ചേഞ്ചസിന് കാരണം ഇതാണ്. അപ്പോൾ നമ്മൾ ഇത് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്തിട്ട് നമ്മളെല്ലാം കുറേ കണ്ടീഷൻസ് പറയണം. എന്താണ്, വേറെ ഒന്നും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, ഈ ഫ്ലോയെ അല്ലെങ്കിൽ ഫ്ലോയ്ക്ക് കാരണമാകുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ഫ്രിക്ഷൻ അവിടെ ഇല്ല. ഫ്രിക്ഷൻ എഫക്ട്സ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് എന്ന് പറയണം. ഇവിടെ ഫ്രിക്ഷൻ വളരെ കുറവാണ്. ദർ ഈസ് നോ ഹീറ്റ് ഓർ വർക്ക് എക്സ്ചേഞ്ച് വിത്ത് ദ സറൗണ്ടിങ്. അതായത് സറൗണ്ടിങ്ങിനകത്തേക്കോ പുറത്തേക്കോ ഹീറ്റ് എക്സ്ചേഞ്ച്, അകത്തോട്ട് ഹീറ്റ് കയറുകയോ അതിന് പുറത്തേക്ക് ഹീറ്റ് ഇറങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. അതും നെഗ്ലിജിബിൾ ആണ്. ദർ ഈസ് നോ മാസ് അഡീഷൻ. ഇതിനകത്തേക്ക് അല്ലെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് കൂടുതലാണല്ലേ, കൂടുതലെന്ന് കോൺസ്റ്റൻ്റ് ആണ്. മാസ് ഫ്ലോ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. എം ഡോട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നു. ഇത് പുറത്ത് നിന്ന് അകത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, മാസ് അഡീഷനോ അകത്ത് നിന്ന് പുറത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, മാസ് റിജക്ഷനോ ഒന്നും നടക്കുന്നില്ല. ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഈസ് പെർഫെക്റ്റ് ഗ്യാസ്. ഇപ്പോൾ ഈ ഒരു ഫ്ലോ എൻ്റയർലി പഠിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം. എന്ത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും, P = ρRT എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. ബിക്കോസ് ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഈസ് കൺസിഡർഡ് ടു ബി പെർഫെക്റ്റ് ഗ്യാസ്. നെക്സ്റ്റ്, ദ ഫ്ലോ ഈസ് സ്റ്റഡി ആൻഡ് ഓൺ ഡയമെൻഷണൽ. സ്റ്റഡി എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ദർ ഈസ് നോ പ്രോപ്പർട്ടി ചേഞ്ചസ് ആൻഡ് ഇറ്റ് ഈസ് ഓൺ ഡയമെൻഷണൽ. അതായത് ഒരു ഡയമെൻഷൻ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് അവിടെ ഫ്ലോ നടക്കുന്നത്. ബോഡി ഫോഴ്സ് ആൻഡ് നെഗ്ലിജിബിൾ. ഇതിനകത്തുള്ള ബോഡി ഫോഴ്സസ്, മോളിക്കുലർ ബോഡി ഫോഴ്സസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. ദാറ്റ് ഈസ് കൺസിഡർഡ് ടു ബി നെഗ്ലിജിബിൾ. ദർ ഈസ് നോ ഒബ്സ്ട്രക്ഷൻ ഇൻ ദ ഫ്ലോ. ഇടയ്ക്ക് ഒബ്സ്ട്രക്ഷൻ വന്നാൽ അവിടെ ഷോക്ക് വരും. അപ്പോൾ ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ല, സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫ്ലോ ആണ്. അപ്പോൾ ഒബ്സ്ട്രക്ഷൻ ഒന്നും അല്ലെങ്കിൽ സ്മൂത്ത് ഫ്ലോ ആണെന്ന് പറയാം. ആൻഡ് നമുക്ക് അവസാനം ഒന്നുകൂടെ പറയുന്നത് ഏരിയ വേരിയേഷൻ ഈസ് ദ ഓൺലി ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ. ഏരിയ വേരിയേഷൻ മാത്രമാണ് അവിടുത്തെ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ ഒരു പോയിൻ്റ് ആയിട്ട് തന്നെ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ തേർഡ് ബോഡിയുള്ള ഫാനോ ഫ്ലോ വരയ്ക്കുമ്പം അവിടെ ഏരിയ മാറത്തില്ല. ഏരിയ വിൽ ബി കോൺസ്റ്റൻറ്റ്, ബട്ട് ഫ്രിക്ഷൻ ആയിരിക്കും അവിടുത്തെ എന്തെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ. അവിടെ ഫ്രിക്ഷൻ കൊണ്ടാണ് അവിടെ പ്രോപ്പർട്ടി ചേഞ്ചസ് ഉണ്ടാകുന്നത്. ലാസ്റ്റ് ഫിഫ്ത്ത് മോഡ്യൂളിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് റിയലേ ഫ്ലോയിൽ പഠിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ ഫ്രിക്ഷനും അവിടെ സ്വാധീനിക്കത്തില്ല, ഏരിയയും സ്വാധീനിക്കത്തില്ല. അവിടുത്തെ ഫ്ലോയ്ക്ക് കാരണമാകുന്ന കാര്യം എന്ന് പറയുന്നത് ഹീറ്റ് അഡീഷനാണ്.
അത് ഹീറ്റ് അഡിഷൻ റിമൂവലുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് 3 ഡിഫറൻറ്റ് ഫ്ലോസ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐസെൻട്രോപിക് ഫ്ലോ ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേർഡ് മോഡ്യൂളിൽ എന്താണ് ഫാനോ ഫ്ലോ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫ്ലോ എന്താണ് in this flow the variation in എന്താണ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഈസ് ആക്ച്വലി ദ ഓൺലി ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ റെസ്പോൺസിബിൾ ഫോർ ദ പ്രോപ്പർട്ടി ചേഞ്ചസ് എന്ന് പറയേണ്ടി വരും ഫാനോ ഫ്ലോ പറയുമ്പോൾ. അവിടെ പറയുമ്പോൾ ഇവിടെ ഫ്രിക്ഷൻ്റെ ഈ ഒരു സെൻറ്റൻസ് അങ്ങ് മാറ്റിയിട്ട് ബാക്കിയെല്ലാം അത് അതേപടി വരും. ദർ ഈസ് നോ അവസാനത്തെ വരില്ല. ദർ ഈസ് നോ ഹീറ്റ് ഓർ വർക്ക് എക്സ്ചേഞ്ച് പറയും. ദർ ഈസ് നോ മാസ് അഡിഷൻ പറയും, റിയാക്ഷൻ പറയും. ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയും. ദ ഫ്ലോ ഈസ് സ്റ്റഡി ആൻഡ് നോൺ ഡൈമെൻഷണൽ എന്ന് പറയും. ബോഡി ഫോഴ്സ് നെഗ്ലിജിബിൾ ആണെന്ന് പറയും. ദർ ഈസ് നോ ഒബ്സ്ട്രക്ഷൻ ഇൻ ദ ഫ്ലോ എന്ന് പറയും. ആൻഡ് ഓൺലി ദ ഫ്രിക്ഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ എന്താണ് ദ ഫ്ലോ, അത് ഫ്രിക്ഷനാണ് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞു വെക്കും. ഇനി അടുത്ത റെയിലേ ഫ്ലോ ആണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് റെസ്പോൺസിബിൾ. ഫ്ലോ ഹാപ്പൻസ് ത്രൂ എ കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് എന്ന് പറയണം. ഏരിയ കോൺസ്റ്റന്റ് ആണെന്ന് പറയണം. ഫ്രിക്ഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നെഗ്ലിജിബിൾ ആണെന്ന് പറയണം. ഈ ഒരു സെൻറ്റൻസ് പറയാൻ പറ്റത്തില്ല. ദർ വിൽ ബി heat reduction and heat addition. There is no mass addition പറയാം. The flowing fluid perfect gas എന്ന് പറയാം. steady and non dimension എന്ന് പറയാം. body force negligible ആണെന്ന് പറയാം. there is no obstruction in flow എന്ന ഏരിയ വേരിയേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു കിടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഫ്ലോസും നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ 3 ഫ്ലോസിൻ്റെയും കൺസെപ്റ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്, അത് പഠിക്കുന്നത്. പഠിക്കാൻ വലിയ സംഭവമൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് ഈ ഒരു ഒറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് ഈ ഫ്ലോയിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട ഇക്വേഷൻസ് എന്തൊക്കെയാണ്. എനിക്ക് ഈ ഫ്ലോയ്ക്ക് നമുക്ക് കുറേ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലോസിൽ ഏതൊക്കെ ഇക്വേഷൻസ് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ കൺസർവേഷൻ ഓഫ് മാസ് ഞാനെടുത്ത് ഇവിടെ അങ്ങ് അപ്ലൈ ചെയ്യാൻ പോവുക. കൺസർവേഷൻ ഓഫ് മാസ് അപ്ലൈ ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ ടി ഓഫ് മാസ് ഇൻ ദി കൺട്രോൾ വോളിയം എന്ന് പറയുന്നത് എം ഡോട്ട് ഇൻ മൈനസ് എം ഡോട്ട് ഔട്ടാണ്. നമ്മളെ അസംഷനിൽ തന്നെ ഉണ്ട് ദ ഫ്ലോ ഈസ് സ്റ്റഡി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായിപ്പോയി, 0 ആയിപ്പോയി. അപ്പോൾ എം ഡോട്ട് ഇൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, എം ഡോട്ട് ഔട്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എം ഡോട്ട് ഇൻ ഈസ് ഈക്വൽ ടു എം ഡോട്ട് ഔട്ടാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എം ഡോട്ട് ഈസ് ഈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി, അത് കോൺസ്റ്റൻ്റ് ആണെന്ന് ആലോചിക്കുക. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വി ക്യാൻ ഡിഫൈൻ ദ ഫ്ലോ. ആ ഫ്ലോയിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആൻഡ് സെക്കൻഡ് വൺ, കൺസർവേഷൻ ഓഫ് മാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ്. നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ്. അപ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഇക്വേഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ എടുക്കുമ്പോൾ സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡോ ബൈ ഡോ ടി ഓഫ് എന്താണ് മൊമെൻറ്റം ഇൻ ദ കൺട്രോൾ വോളിയം പ്ലസ് മൊമെൻറ്റം ഔട്ട് മൈനസ് എന്തെന്ന് പഠിച്ചിട്ടുണ്ട്, മൊമെൻറ്റം ഇൻ എന്ന് പഠിച്ചിട്ടുണ്ട്. മൊമെൻറ്റം ഔട്ട് മൈനസ് മൊമെൻറ്റം ഇൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്റ്റഡി ഫ്ലോ എന്ന് അസ്യൂം ചെയ്ത് 0ക്ക് പറയും. അപ്പോൾ സിഗ്മ എഫ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിഗ്മ എഫിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി പി എന്ന് കിട്ടും. നമുക്കിവിടെ ഒരു ഡി എ എന്ന് പറയുന്ന ഒരു വേരിയേഷൻ ഉണ്ട്. അതിവിടെ നമ്മൾ കൺസിഡർ ഡി എ ഇപ്പോൾ ഒരു ചെറിയ ലെന്തിലാണ് നമ്മളിപ്പോൾ ഡി എക്സ് എന്ന് പറയുന്ന ചെറിയ ലെന്തിലാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏരിയ വേരിയേഷൻ നമ്മളിവിടെ പ്രഷർ ഫോഴ്സിൻ്റെ കാര്യത്തിൽ അത് വളരെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തിട്ടാണ് ഇതിപ്പോൾ എഴുതുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം സിഗ്മ എഫ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ ഇനി പറയേണ്ട കാര്യമില്ല, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയ്തതാണ്. ഇപ്പോൾ എം വി ഔട്ട് മൈനസ് എം വി ഇൻ എന്ന് പറഞ്ഞാൽ എം വി ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് എം ഡോട്ട് വി ഔട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റി വി പ്ലസ് ഡി വി ആയിട്ട് വരും. മൈനസ് എം വി ഇൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എം ഡോട്ട് ഇൻറ്റു വി എന്ന് വരും. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, എ ഇൻറ്റു ഡി പി ഈസ് ഈക്വൽ ടു എം ഡോട്ട് വി പ്ലസ് എം ഡോട്ട് ഡി വി മൈനസ് എം ഡോട്ട് വി എന്ന് കിട്ടും. ഇവിടെ നിന്ന് ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്ത് കളയാം, വെട്ടിക്കളയാം. എം ഡോട്ട് ഡി വി എന്ന് പറയുന്ന സാധനം അപ്പം എന്താണ് എ ഇൻറ്റു ഡി പി വിച്ച് ഇസ് ഈക്വൽ ടു എം ഡോട്ടിന് വരെ നമുക്ക് റോ എ വി എന്ന് കൊടുത്തുകൂടെ, റോ എ വി എന്ന് പറയാം, റോ എ വി ഇൻറ്റു ഡി വി എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. വേണമെങ്കിൽ ഇതും നമുക്ക് അവിടെ ഉപയോഗിക്കാം. അപ്പോൾ അത് കൺസർവേഷൻ ഓഫ് മാസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതി വെച്ചു. ഇനി മൂന്നാമത് നമ്മൾ പറയുന്നത് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചത് പോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. പിന്നെ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ എസ് ഈസ് ഈക്വൽ ടു ഐസെൻട്രോപ്പിക് ഫ്ലോ ആയതുകൊണ്ട് തന്നെ എസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഈ നമ്മൾ പ്രധാനമായിട്ടും ഈ 4 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഈ 4 നിങ്ങൾ ഇപ്പം ഒന്ന് ഓർത്തിരുന്നാൽ മതി, ഇത് വലിയതായിട്ട് ഉപയോഗിക്കില്ല. ഈ ഒരു സാധനം 4 എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. ഇതാണ് നമ്മുടെ എന്താണെന്ന് പറഞ്ഞാലും നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐസെൻട്രോപിക് ഫ്ലോയിനെ നമുക്ക് മോളിയാർ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യണം, അഥവാ HS ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ഹൗ വിൽ യു റെപ്രസെൻറ്റ് ദ ഐസെൻട്രോപിക് ഫ്ലോ ഇൻ എ മോളിയാർ ഡയഗ്രാം? അപ്പോൾ മോളിയാർ ഡയഗ്രത്തിൽ എന്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ്, ഞാൻ എഴുതാൻ പോവാണ്, റെപ്രസെൻറ്റേഷൻ ഓഫ്
അപ്പോൾ മോളിയ ഡയഗ്രത്തിൽ ഐസെൻട്രോപിക് ഫ്ലോയിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. മോളിയ ഡയഗ്രത്തിൽ ഐസെൻട്രോപിക് ഫ്ലോയിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മോളിയ ഡയഗ്രത്തിലെ ഐസെൻട്രോപിക് ഫ്ലോയുടെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ മോളിയ ഡയഗ്രം അറിയാമല്ലോ, HS ഡയഗ്രമാണ്. അപ്പോൾ HS ഡയഗ്രത്തിൽ ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അപ്പോൾ HS ഡയഗ്രത്തിൽ ഐസെൻട്രോപിക് ഫ്ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഒരു റിസർവോയർ കണ്ടീഷൻ എടുക്കുന്നു, അതായത് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ. റിസർവോയർ കണ്ടീഷനിൽ നിന്ന് ഫ്ലോ നടക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് പറയാണ്, ചുമ്മാ അത് എഴുതി വെക്കുക എന്തോന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫ്ലോ നടക്കുവാണ്, ഇതുവഴി എന്താണ് ഫ്ലോ നടക്കുവാണ്. അപ്പോൾ ഈ ഒരു ഫ്ലോ നടക്കുമ്പോഴത്തേക്ക് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന വേരിയേഷനുള്ള അനുസരിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫ്ലോ ഏരിയ അവിടെ മാറുന്നുണ്ട്. അതായത് ഇവിടുത്തെ ക്രോസ് സെക്ഷനും ഇവിടുത്തെ ക്രോസ് സെക്ഷനും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏരിയ ഈസ് ചേഞ്ചിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺട്രോൾ വോളിയം. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി എ റിസർവോയർ. റിസർവോയർ എന്ന് വരുന്നുണ്ട് ഇവിടുത്തെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ്. ഇവിടെ വെലോസിറ്റി 0 ആണ്, ഇവിടുത്തെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി P0 ആണ്, അവിടുത്തെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T0 ആണ്, അവിടുത്തെ സ്റ്റാഗ്നേഷൻ ഡെൻസിറ്റി ρ0 ആണ്, സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് P0 ആണെന്ന് പറഞ്ഞു, സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് H0 ആണ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാം. അപ്പോൾ ഇതിൽ 2 സ്റ്റേറ്റുകൾ നമ്മൾ എടുക്കുന്നു. ഇത് ഫസ്റ്റ് സ്റ്റേറ്റുമ്പോൾ ഈ കുറച്ച് ഫ്ലോ ഏരിയ വന്ന് ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് 1ഉം അല്ലെങ്കിൽ സെക്ഷൻ 1ഉം ഇവിടെ സെക്ഷൻ 2 ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ സെക്ഷൻ 1ഉം സെക്ഷൻ 2 ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ വെലോസിറ്റീസ് എന്ന് പറയുന്ന ഫ്ലോ വെലോസിറ്റീസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടക്കുന്ന വെലോസിറ്റി V1, ഇവിടുത്തെ ഇങ്ങോട്ടേക്ക് പോകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് V2 ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രോപ്പർട്ടീസ് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇവിടുത്തെ പ്രോപ്പർട്ടീസ് എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്, ടെമ്പറേച്ചർ T1 ആണ്, ഡെൻസിറ്റി ρ1 ആണ്, എൻതാൽപ്പി H1 ആണ്. ഇവിടുത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ P2 ആണ്, ടെമ്പറേച്ചർ T2 ആണ്, ഡെൻസിറ്റി ρ2 ആണ്, എൻതാൽപ്പി എന്ന് പറയുന്നത് H2 ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ മോളിയ ഡയഗ്രത്തിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യണം. ഫ്ലോ എന്ന് പറയുന്ന ഐസെൻട്രോപ്പിയാണെന്ന് അറിയാലോ, അഥവാ ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി ഐസെൻട്രോപിക്. ദെർഫോർ എൻട്രോപ്പി വിൽ ബി കോൺസ്റ്റൻറ്റ്. എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും. എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ ആണെങ്കിൽ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്. ഏരിയ എന്ന് മാത്രമാണ് അവിടുത്തെ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ എങ്കിൽ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണെന്ന് ആലോചിക്കുക. അപ്പോൾ HS ഡയഗ്രത്തിൽ ഞാൻ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവിടുത്തെ എൻതാൽപ്പി എന്ന് പറയുന്നത് HS ഡയഗ്രം അല്ലേ വേണ്ടത്, ഇവിടുത്തെ എൻതാൽപ്പി H1 ആണെന്ന് പറഞ്ഞു, ഇവിടുത്തെ എൻതാൽപ്പി H2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ എൻതാൽപ്പി ഇവിടെ അതിന് എൻതാൽപ്പി കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു എൻട്രോപ്പി ഉണ്ടാവുമല്ലോ. എൻട്രോപ്പി എന്ന് പറയുന്നത് S1 ആണ്, ഇവിടുത്തെ എൻട്രോപ്പി എന്ന് പറയുന്നത് S2 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഐസെൻട്രോപിക് ഫ്ലോയിനെ സംബന്ധിച്ചിടത്തോളം S1 ഈസ് ഈക്വൽ ടു S2 ആണ്. രണ്ട് സ്ഥലത്തെ എൻട്രോപ്പീസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു പോയിൻ്റാണ് 1 എന്ന് പറയുന്ന പോയിൻ്റായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഈ 1 എന്ന് പറയുന്ന പോയിൻ്റാണ് ഇതെന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ എൻട്രോപ്പി ആയിരിക്കും, അതെന്ന് പറയുന്നത് S1 ആയിരിക്കും. ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇവിടുത്തെ എൻതാൽപ്പി ആയിരിക്കും, H1 ആയിരിക്കും. അപ്പോൾ അടുത്ത സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇപ്പം എൻതാൽപ്പി കൂടാൻ കുറയാം. അപ്പോൾ 2 സ്റ്റേറ്റിനും ഇടയ്ക്കുള്ള എൻതാൽപ്പിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് ഫ്രം ദി സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ വെച്ചിട്ട് നമുക്കറിയാം H1 + V1²/2 എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു H2 + എന്തെന്നറിയാം V2²/2 ആണെന്നറിയാം. അപ്പോൾ സപ്പോസ് എൻതാൽപ്പി കൂടുന്നൊരു ഫ്ലോ ആണ്, എൻതാൽപ്പി കൂടാൻ കുറയാം. അപ്പോൾ എൻതാൽപ്പി കൂടുന്നൊരു ഫ്ലോ ആണ് എന്നുള്ള അസ്യൂം ചെയ്യുന്നത്. എങ്ങനെ കൂടും, എപ്പോൾ കൂടും എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. അപ്പോൾ എൻതാൽപ്പി കൂടുന്നൊരു ഫ്ലോ ആണെന്ന് അസ്യൂം ചെയ്യണമെങ്കിൽ ഞാൻ ആ വരയ്ക്കുമ്പോഴത്തേക്ക് മുകളിലോട്ട് തന്നെ ഈ വരയ്ക്കണം. ഈ സാധനം മുകളിലോട്ട് വരച്ചിട്ട് വെർട്ടിക്കൽ വരയ്ക്കണം. വെർട്ടിക്കൽ വരച്ചിട്ട് അതിനെ നമ്മൾ 2 എന്ന് അടയാളപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇവിടുത്തെ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്, H2 ആണെന്ന് എനിക്ക് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇവിടുത്തെ എൻതാൽപ്പി H2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു സാധനം ഇതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഇതൊക്കെ ഇനിയിപ്പോൾ ഇത് നോട്ടൊന്നും എഴുതിക്കൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല, കൺസെപ്റ്റ് മാത്രം പറയാൻ വേണ്ടി ജസ്റ്റ് പെട്ടെന്ന് ഓടിച്ച് പറയുന്നുള്ളൂ. അപ്പോൾ H1 ഉണ്ട്, H2 ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഐസെൻട്രോപിക് ഫ്ലോ റെപ്രസെൻറ്റേഷൻ. ഇതിലെന്തോ ഇരിക്കുന്നു, ഇതിലൊന്നുമില്ല. അപ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ വേണമെങ്കിൽ ഈ H1നും H2നും ഇടയ്ക്കുള്ള ഈ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. ഈ ഒരു ഡിഫറൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനും ഇടയ്ക്ക് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഡിഫറൻസ്, അതായത് ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇതുവരെ H2 ഉണ്ട്, ഇവിടെ നിന്ന് ഇതുവരെ H1 ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു സാധനം എന്ന് പറയുന്നത് എന്തായിരിക്കും, ദിസ് വിൽ ബി എന്താണ്, H2 - H1 അല്ലേ. ഈ H2 - H1 ആയിരിക്കുമല്ലോ ഈ ഒരു ഡിഫറൻസ്, അഥവാ ഈ ഒരു എൻതാൽപ്പി ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻതാൽപ്പി ഡിഫറൻസ് നമുക്ക് ഇവിടെ നിന്ന് എഴുതിക്കൂടെ, ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം, H2 - H1, H2 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവുക, ഇതങ്ങ് അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ അവിടെ എന്തുകൊണ്ട് V1²/2 - V2²/2 വിൽ ബി ഈക്വൽ ടു H2 - H1. നമുക്ക് എന്ത് മനസ്സിലായി ഇതിൽ നിന്ന്, ഇത് കൈനറ്റിക് എനർജി ചേഞ്ച് ആണല്ലോ. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ഇൻ എൻതാൽപ്പി മനസ്സിലായില്ലേ, ചേഞ്ച് ഇൻ എൻതാൽപ്പിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എൻതാൽപ്പി നമ്മൾ എന്തിൽ ആഡ് ചെയ്യപ്പെടുന്നു, കൈനറ്റിക് എനർജി എൻതാൽപ്പിയും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് ആണ്. അപ്പോൾ H2 - H1 ആണ് അതെങ്കിൽ ഈ H2 - H1 ഈസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് V1² എന്താണ് H2 - H1, V1² H2 - H1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, V1² 2 മൈനസ് എന്ത് കിട്ടും, V2²
2 എന്ന് കിട്ടും. അപ്പോൾ v1² മൈനസ് v2² ആണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ h2 മൈനസ് h1 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ കൈനറ്റിക് എനർജി ചേഞ്ച് ആണ് അതെന്നുള്ളത് ആലോചിച്ചിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു മോളിയാർ ഡയഗ്രത്തിൽ ഇതിനെ നമ്മൾ പ്ലോട്ട് ചെയ്താൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സാധനം. ഇനി ഇതിൽ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ഞാൻ കണ്ടുപിടിക്കാൻ പോകണം. എന്തായിരിക്കും സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസും കൂടി ഇതിൽ വരച്ചാലുള്ള സംഭവം. അപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞു വെക്കുന്നത് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ അല്ലെങ്കിൽ പറഞ്ഞ ആ ഒരു ഫ്ലോയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. ഇങ്ങനെ ഒരു ഫ്ലോ ഉണ്ട്, ഇവിടെ ഒരു റിസർവോയർ ആണ്, it is a reservoir condition and it is having the properties of stagnation which is equal to P0 T0. ഇതൊക്കെ ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. ഇവിടെ ഒരു സെക്ഷൻ പ്രോപ്പർട്ടീസ് ഇതാണ്. നമ്മൾ എടുക്കുമ്പോൾ ഐസോട്രോപിക് ആയതുകൊണ്ട് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതൊക്കെ അതേപോലെ എഴുതിയാൽ മതി, അല്ലാതെ ചുമ്മാ അതിന് വേണ്ടി കാണാൻ പഠിക്കുകയാണ് നിൽക്കരുത്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എക്സ്പ്രസ് ചെയ്യണം. സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ S1 എന്ന് പറയുന്ന പോയിന്റിലെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി കണ്ടുപിടിക്കണം. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിലെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി എന്താൽപ്പി മതി. സ്റ്റാഗ്നേഷൻ എന്താൽപ്പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ H01 ആണ് അല്ലേ. അപ്പോൾ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് H0 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നറിയാം, H പ്ലസ് v²/2 എന്നറിയാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ 1 എന്ന് പറയുന്ന സെഷൻ മാത്രം എടുക്കുകയാണ്. 1 എന്ന് പറയുന്ന സെഷനും സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടിയും തമ്മിൽ എടുക്കുകയാണ്. സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചതാണ്. വെലോസിറ്റി 0 ആക്കുമ്പം അവിടെ എന്ത് ചെയ്യുന്നു, ഐസെൻട്രോപിക്കലി ഡീസലറേറ്റ് ചെയ്ത് 0 ആക്കുമ്പോൾ അവിടുത്തെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, കറസ്പോണ്ടിങ് ടു ദാറ്റ് സ്റ്റാറ്റിക് പ്രോപ്പർട്ടി. അപ്പോൾ ഈ സ്റ്റാറ്റിക് എന്താൽപ്പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തെ വാല്യൂസ് എങ്ങനെ വരും എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു 1 എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ഞാൻ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി കണ്ടുപിടിക്കുന്നു. അപ്പോൾ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നോർമലി പോകുന്നത് ഇതിനെ എന്ത് ചെയ്യുന്നു, ഒരു റിസർവോയറിലേക്ക് കളക്ട് ചെയ്യുന്നു അല്ലേ. റിസർവോയറിലേക്ക് കളക്ട് ചെയ്തു, ഇത് തന്നെ ആയിരിക്കും. ഇപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ റിസർവോയറിലേക്ക് കടക്കുന്നു, വെലോസിറ്റി 0 ആക്കുന്നു, അവിടുത്തെ എന്താൽപ്പി ആയിരിക്കും H0 എന്ന് 1 എന്ന് പറയുന്നത്, അവിടുത്തെ എന്താൽപ്പി ആയിരിക്കും H01. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തിലുമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇത് അപ്ലൈ ചെയ്യുവാണ്, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് H01 ആയിരിക്കും, പ്ലസ് v²/2 എന്ന് 0 ആണല്ലോ, H സ്ഥലത്ത് H1 ആവും, പ്ലസ് ഇവിടുത്തെ വെലോസിറ്റി v1 സ്ഥലത്ത് v1²/2 ആവും. അപ്പോൾ H01 എന്ന് പറയുന്നത് H1 കൂടെ v1²/2 കൂടെ എന്ത് ചെയ്യുന്നതാണ്, ആഡ് ചെയ്യുന്നതാണ്. ഈ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടിയും ഐസെൻട്രോപിക്കലി ഡീസലറേറ്റഡ് ആണ്. അപ്പോൾ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയ പ്രോസസ്സാണ്. ഇത് എന്ത് പ്രോസസ്സാണ്, ഐസെൻട്രോപിക് ഡീസലറേഷൻ പ്രോസസ്സിലാണ്. ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപിക്കലി വെലോസിറ്റി എന്താക്കുന്നു, 0 ആക്കുമ്പോഴാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇനി പറയാൻ വയ്യ. ഐസെൻട്രോപിക് ഡീസലറേഷൻ പ്രോസസ്സിലാണ് നമുക്ക് എന്താൽപ്പി എന്ത് ചെയ്യുന്നത്, സ്റ്റാഗ്നേഷൻ എന്താൽപ്പി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോസസ്സും എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഇവിടെ ഉള്ളത് ഈ 1 എന്ന് പറയുന്ന പോയിൻ്റാണ്. ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഐ ഹാവ് ടു ആഡ് ഇത് 1 എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള വാല്യൂ എന്താൽപ്പി H1 ആണ്. H1 കൂടെ v1²/2 കൂടെ എന്ത് ചെയ്യപ്പെടുന്നു, ആഡ് ചെയ്യപ്പെടുന്നു. v1²/2 ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ തന്നെ v1²/2 മൈനസ് v2²/2 ആണ് ഇത്ര. അപ്പോൾ ഇതിനെക്കാട്ടി മുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ v1²/2 കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഇതിന് കൂടെ നമ്മൾ H1 കൂടെ v1²/2 ആഡ് ചെയ്യുകയാണെങ്കിൽ v1²/2 മുകളിലായിരിക്കും. ഞാൻ ഇത്ര തന്നെ v1²/2 മൈനസ് v2²/2 ആണ്. അപ്പോൾ ഈ പോയിന്റ് ഞാൻ 0 എന്ന് കൊടുത്തു, സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ 0.1 എന്ന് പറയുന്ന പോയിന്റ് കൊടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി എന്താൽപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാഗ്നേഷൻ ഇതെല്ലാം എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താൽപ്പി മാത്രം നോക്കിയാൽ മതി. ഇവിടുത്തെ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ H01 എന്ന് പറഞ്ഞു എഴുതാം. അപ്പോൾ ഈ H01ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് ആഡ് ചെയ്ത് പോയതാണ്. അതായത് ഈ ഒരു സാധനത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് പോയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്, അതായത് ഈ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്നല്ല, ഈ ഒരു വാല്യൂ ആണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും. ദിസ് ഈസ് ആക്ച്വലി v1²/2 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാഗ്നേഷൻ എന്താൽപ്പിയുടെ കേസിൽ പറഞ്ഞു വെക്കാവുന്നത് നമ്മൾ അവിടെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് ഇതിൽ പറയുന്നതേ ഉള്ളൂ. സ്റ്റാഗ്നേഷൻ എന്താൽപ്പി ഇതൊക്കെ അവിടെ പറഞ്ഞതാണ്. അപ്പോൾ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി since the kinetic energy becomes 0, the kinetic energy has been the v1²/2 has been added to the enthalpy and therefore the stagnation enthalpy will be greater than the static enthalpy. അപ്പോൾ അവിടെ നമുക്ക് 0.1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി, അവിടെ കിട്ടി. ഇനി അവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഈ ഒരു പോയിന്റ് കൊണ്ടിൽ പ്രഷർ എന്ന് പറയുന്നത് ഈ പ്രഷർ ലൈൻ ഇങ്ങനെ പോകും, കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ. അപ്പോൾ P01 എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷറും കിട്ടും. സിൻസ് സ്റ്റാഗ്നേഷൻ എന്താൽപ്പി ഈസ് കോൺസ്റ്റന്റ്, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ വിൽ ഓൾസോ ബി കോൺസ്റ്റന്റ്. H0 ഈസ് ഈക്വൽ ടു Cp ഇൻറ്റു T0 ആണ്. അപ്പോൾ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും നമുക്ക് എന്താണെന്ന് നിൽക്കുമെന്ന് പറയാൻ പറ്റും, കോൺസ്റ്റന്റ് ആണെന്ന് നോക്കാൻ പറയും. അപ്പോൾ കോൺസ്റ്റന്റ് അല്ല, സ്റ്റാഗ്നേഷൻ എന്ത് കിട്ടും, ടെമ്പറേച്ചറും കിട്ടും. കോൺസ്റ്റന്റ് ആണ്, ഞാൻ അത് പെട്ടെന്ന് പറഞ്ഞു പോയി. കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായില്ല. നമുക്ക് 0.1 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ മാത്രമല്ലേ നമ്മൾ ലൊക്കേറ്റ് ചെയ്തോളൂ. അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടീസും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ നിന്ന് HS ഡയഗ്രത്തിൽ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കിയാൽ H01 എന്ന് പറയുന്ന നമ്മുടെ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി കിട്ടും. അതിൽ കൂടെ കടന്നു പോകുന്ന പ്രഷർ ലൈൻ നോക്കിയാൽ സ്റ്റാഗ്നേഷൻ പ്രഷർ കിട്ടും. Cp ഇൻറ്റു T0 ആണ് H0 എന്നുള്ളതുകൊണ്ട് H01 ഈസ് ഈക്വൽ TP ഇൻറ്റു T0യിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും കിട്ടും. ഇനി
ഞാൻ ഇതേപോലെ 2 എന്ന് പറയുന്ന പോയിന്റിലും വെച്ച് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ട് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും റിസർവോയർ കണ്ടീഷനിലേക്ക് വി എന്ന് പറയുന്നത് 0 ആക്കുന്നു. അവിടുത്തെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി H02 എന്ന് പറയും. അപ്പോൾ H02 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയേണ്ടി വരും? ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് H02ൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ H02 ഈസ് ഈക്വൽ ടു H2 പ്ലസ്, അതായത് ഇവിടുത്തെ എന്താൽപ്പി H2 ആണ്, H2 പ്ലസ് അവിടുത്തെ വെലോസിറ്റി V2²/2 ആണ്. അപ്പോൾ H2ൻ്റെ കൂടെ V2²/2 കൂടെ ആഡ് ചെയ്യുമ്പോൾ H02 കിട്ടും എന്നുള്ള കാര്യം ആലോചിച്ചോളണം. അപ്പോൾ H2ൻ്റെ കൂടെ V2²/2 ആഡ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്ന് V1²/2 ആണ് ഇത്രയും V1²/2 മൈനസ് V2²/2 ഉണ്ട്. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഈ ഒരു സാധനം എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് നമ്മൾ ലോജിക്ക് വെച്ച് അപ്ലൈ ചെയ്ത് നോക്കണം. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ പോരെ. അപ്പം ഈ V1²/2 എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യാൻ പോകണം? ഈ ഒരു വാല്യൂവിൽ നിന്ന് ഈ ഒരു സാധനം മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ഞാൻ എഴുതുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് V2²/2 എന്നാവും. അപ്പോൾ V1²/2 മൈനസ് ചെയ്ത് ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? V2²/2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ്സ് V2²/2. ഓക്കെ, അപ്പോൾ H2ൻ്റെ കൂടെ V2²/2 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് H02 കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ H2 എന്ന് പറയുന്നത് എവിടെ നിന്ന് ഏതുവരെയുള്ള ഇതാണ് H2. H2ൻ്റെ കൂടെ V2²/2 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏത് പോയിന്റ് വരെ വരത്തുള്ളൂ? ഈ പോയിന്റ് വരെ വരത്തുള്ളൂ. H2ൻ്റെ കൂടെ V2²/2 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് വരെ വരത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അടുത്ത സ്റ്റാഗ്നേഷൻ പോയിന്റിലെയും സ്റ്റാഗ്നേഷൻ എന്താൽപ്പി കണ്ടുപിടിച്ചാൽ അത് ഈ ഒരു പോയിന്റ് വന്ന് നിൽക്കും. സ്റ്റാഗ്നേഷൻ എന്താൽപ്പി ഈ ഒരു പോയിന്റ് വന്ന് നിൽക്കുന്നതുകൊണ്ട് H01 ഈസ് ഈക്വൽ ടു H02 എന്ന് എനിക്ക് പറയാൻ പറ്റും. ഈ ഒരു പോയിന്റ് തന്നെ ആയതുകൊണ്ട് രണ്ടും സെയിം പോയിന്റിലായതുകൊണ്ട് തന്നെ അവിടെ P01ഉം P02ഉം കോൺസ്റ്റന്റ് ആയിരിക്കും. H01ഉം H02ഉം ഈക്വൽ ആയതുകൊണ്ട് since H01 is equal to H02 and P01 is equal to P02, അതുകൊണ്ട് നമുക്ക് T01 is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും? T02 എന്ന് പറയാൻ പറ്റും. T01 equal to T02 ആവാൻ കാര്യം CP into T വെച്ചിട്ടുള്ള നമ്മൾ എന്താണ് ഇതാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇത് ഏത് ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യണമെന്നല്ല, there can be several questions. നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ദ ഐസെൻട്രോപിക് ഫ്ലോ ഇൻ എ മോളിയർ ഡയഗ്രാം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് എന്താണ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ഡ്യൂറിങ് ദ ഐസെൻട്രോപിക് ഫ്ലോ പ്രോഗ്രാം. പ്രൂവ് ദാറ്റ് എന്താണ് stagnation enthalpy and stagnation temperatures are equal, stagnation pressures are equal in the case of a isentropic flow. ഇങ്ങനെയൊക്കെ പല രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ഒരു മോഡ്യൂൾ തീരുന്നത് ഈ ഒരു സാധനത്തിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹിയർ ദ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതാണ്. സ്റ്റാഗ്നേഷൻ എന്താൽപ്പി എന്താണ്? സ്റ്റാഗ്നേഷൻ പ്രഷർ ആൻഡ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ, ഈ മൂന്ന് സാധനങ്ങളും ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതെപ്പോഴും പ്രഷർ മാറിക്കൊണ്ടിരിക്കും. സ്റ്റാറ്റിക് പ്രഷർ P1 to P2 പോകും, സ്റ്റാറ്റിക് ടെമ്പറേച്ചർ T1 to T2 പോകും, എന്താണ് സ്റ്റാറ്റിക് എന്താൽപ്പി H1 to H2 പോകും. പക്ഷേ ഇതിൻ്റെ എല്ലാം സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത് ആൾവേസ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിച്ചു വെക്കുന്നത്. ദിസ് ഈസ് അബൌട്ട് ദ ഐസെൻട്രോപിക് ഫ്ലോ. ഐസെൻട്രോപിക് ഫ്ലോയുടെ കേസിൽ ഇത്രയും. അപ്പോൾ ഇത് ആൻസർ വരുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ റിയൽ കൺസെപ്റ്റ് ഓഫ് ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കി വെച്ചേക്കണം. നൗ വി ഹാവ് ടു ഡിറൈവ് ദ എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. നമുക്ക് ഏരിയ വേരിയേഷൻ്റെ എഫക്റ്റ് ഡിറൈവ് ചെയ്യണം. അതായത് എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ ഇൻ ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അപ്പം ഡെറിവേഷനാണ് the effect of എന്താ പറയുന്നത്? എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ. അതായത് ഏരിയ വേരിയേഷൻ ആണല്ലോ ഇതിൻ്റെ കാര്യം. അപ്പോൾ ഷേപ്പ് ഓഫ് നോസിൽ, ഷേപ്പ് ഓഫ് ഡിഫ്യൂസറൊക്കെ നമ്മൾ ഇനി അടുത്ത് പഠിക്കും. അപ്പോൾ ഈ ഷേപ്പ് ഓഫ് നോസിൽ, ഷേപ്പ് ഓഫ് ഡിഫ്യൂസർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ ഡ്യൂറിങ് ദിസ് ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐസെൻട്രോപിക് ഫ്ലോ നടക്കുമ്പോഴത്തേക്ക് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ ആ ഫ്ലോയിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ഏരിയയ്ക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് ആ ഫ്ലോ എങ്ങനെ മാറും എന്നുള്ളത് പഠിച്ചാൽ മാത്രമേ ആ ഫ്ലോയുടെ എന്താണ് പ്രോപ്പർട്ടീസ് കാര്യങ്ങളും അങ്ങനെയുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലോ ഏരിയ വേരി ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാസേജ് ഞാൻ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്തു. എല്ലാ സ്ഥലത്തും ഒരേപോലെ ആണ്. ഈ ഒരു എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ അനുസരിച്ച് ആ ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന ഡിഫറൻസ് എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്, ഇവിടെ മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്. ഇവിടെ ഒരു പർട്ടിക്കുലർ മാസ് ഫ്ലോ റേറ്റ് നടക്കുവാന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു മാസ് ഫ്ലോ റേറ്റിൽ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്, ഇവിടെ ഏരിയ എന്ന് പറയുന്നത് A എന്ന് എടുത്തു. പക്ഷേ ഇവിടെ ഇങ്ങോട്ട് മാസ്
മാസ് ഫ്ലോ ആയിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എന്ത് വരും, ഡി എ വരും. അതിനനുസരിച്ച് പ്രോപ്പർട്ടി ചേഞ്ചസ് അവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. പ്രോപ്പർട്ടി ചേഞ്ചസ് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രോപ്പർട്ടി ചേഞ്ചസ് എന്ന് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത് പി ആണ്, അവിടുത്തെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആണ്, അവിടുത്തെ എൻതാൽപ്പി എന്ന് പറയുന്നത് എച്ച് ആണ്, അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടി ആണ്. അടുത്തത് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് പ്രോപ്പർട്ടി ചേഞ്ചസ് ഉണ്ടാവുമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതുമ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് പി പ്ലസ് ഡി പി ആണ്, ഇവിടുത്തെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ പ്ലസ് ഡി റോ ആണ്, ഇവിടുത്തെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് ഡി എച്ച് ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടി പ്ലസ് ഡി ടി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞു വെച്ചു. ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ മാസ് ഫ്ലോ റേറ്റ് ഇക്വേഷൻ നമ്മൾ പറയുകയാണ്. അപ്പം ഇക്വേഷൻ നമ്മൾ പറയുമ്പോഴത്തേക്ക് മാസ് ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാവുന്ന സാധനം എന്ന് പറയുന്നത് എം ഡോട്ട് ഈസ് ഈക്വൾ ടു, ഇതൊക്കെ എലാബറേറ്റ് ചെയ്ത് ചെയ്തോണ്ടേ, റോ ഇൻറ്റു എ ഇൻറ്റു വി ആണ്. അപ്പോൾ ഈ ഒരു സാധനത്തിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ലോഗ് എടുക്കുകയാണ്. വിച്ച് ഈസ് ഈക്വൾ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലോഗ് എടുക്കാൻ പോവാണ്. ലോഗ് എടുക്കുമ്പോഴത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തേക്കിൻ്റെ ലോഗ് എടുക്കുമ്പോൾ ലോഗ് റോ പ്ലസ് ലോഗ് എ പ്ലസ് എന്തെന്ന് കിട്ടും, ലോഗ് വി വിച്ച് ഇസ് ഈക്വൾ ടു ലോഗ് കോൺസ്റ്റൻറ്റ് സി എന്ന് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി റോ ബൈ റോ കിട്ടുമെന്ന് അറിയാമല്ലോ, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന് ഡി എ ബൈ 1/a എന്ന് കിട്ടും, 1/a ഇൻറ്റു ഡി എ. ഇവിടെ നമുക്ക് വിയുടെ ഡെറിവേറ്റീവ് 1/v ഇൻറ്റു ഡി വി, ദാറ്റ് ഈസ് ഡി വി ബൈ വി. ഇത് ലോഗ് സിയുടെ ഡെറിവേറ്റീവ് എന്തായിപ്പോയി, 0 ആയിപ്പോയി. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1 നമ്മളവിടെ എഴുതി വെച്ചു. ഇനി രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനാണ്. അപ്പോൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറയുന്ന സാധനത്തിൽ എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൾ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ H0 എന്ന് പറഞ്ഞാൽ മതി, H ഈക്വൾ ടു കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിന് ഞാൻ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എച്ചിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി എച്ച് ആണ്, വി 1/2 കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു, വി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2v ആണ്, കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ആവാൻ ഡി വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, സിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിപ്പോകും. ഇനി ഇവിടെ നിന്ന് 2 കൊണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡി എച്ച് എന്ന് പറയുന്ന സാധനം നമുക്ക് എഴുതാം, ഡി എച്ച് പ്ലസ് എന്താണെന്ന് എഴുതാം, ഡി എച്ച് പ്ലസ് വി ഇൻറ്റു ഡി വി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ, അപ്പോൾ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 സെറ്റ് ചെയ്തു, ഇത് ഇക്വേഷൻ നമ്പർ 2 സെറ്റ് ചെയ്തു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ടി ഡി എസ് ഇക്വേഷനാണ്. നമുക്ക് ടി ഡി എസ് ഇക്വേഷൻ തെർമോഡൈനാമിക്സ് പഠിച്ച ടി ഡി എസ് ഇക്വേഷൻ നോക്കണം. ടി ഡി എസ് ഇക്വേഷൻ നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അത് കാണാൻ പഠിച്ച് വെക്കണം, അറിഞ്ഞുകൂടെങ്കിൽ ടി ഡി എസ് ഈക്വൾ ടു ഡി എച്ച് മൈനസ് വി ഡി പി എന്നാണ് നമ്മൾക്ക് കിടക്കുന്നത്. വി ഡി പി എനിക്ക് പകരം ഡി പി ബൈ റോ എന്ന് എഴുതാം. വി എന്ന് പറയുന്നത് എന്താണ്, വി എന്ന് പറയുന്നത് 1/ρ ആണെന്നുള്ളതുണ്ട്. അപ്പോൾ വി ഡി പി എന്നായിരിക്കും നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടി ഡി എസ്, എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആണ്. ഈ ഒരു പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ച് ഈസ് ആക്ച്വലി ഈക്വൾ ടു 0. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് 0 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഡി എച്ച് ഈസ് ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടും, ഡി എച്ച് ഈസ് ഈക്വൾ ടു ഡി പി ബൈ എന്തെന്ന് എഴുതാം, റോ എന്ന് എഴുതാം. അപ്പോൾ ഡി എച്ച് ഈസ് ഈക്വൾ ടു ഡി പി ബൈ റോ എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചെറിയൊരു സംഭവം ഞാൻ എഴുതാൻ പോവാം. ഡി എച്ച് ഈസ് ഈക്വൾ ടു ഡി പി ബൈ റോ ആണല്ലേ, ഡി എച്ച് ഈസ് ഈക്വൾ ടു ഡി പി ബൈ റോ. ഇവിടെ നിന്ന് ഡി എച്ചിന് പകരം ഡി എച്ച് ഈസ് ഈക്വൾ ടു ഡി വി വി ഇൻറ്റു ഡി വി എന്നുള്ളൂ. ഈ 2 എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു ഡി വി എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമുക്കതിനെ എഴുതാനായിട്ട് പറ്റും. അപ്പം ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇവിടെ എന്ത് ചെയ്യാനായിട്ട് പോവാണ്, നടത്താം. അപ്പോൾ ഡി പി ബൈ റോ എന്ന് പറയുന്ന സാധനം ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം ഡി എച്ച് ഈസ് ഈക്വൾ ടു ഈ ഒരു ഇക്വേഷൻ നിന്ന് ഡി എച്ച് ഈസ് ഈക്വൾ ടു മൈനസ് വി ഡി വി എന്ന് എഴുതാമല്ലോ. അപ്പോൾ മൈനസ് വി ഡി എച്ച് മൈനസ് ഉണ്ട്, ഓക്കെ, മൈനസ് വി ഡി വി എന്ന് എഴുതാമല്ലോ. അപ്പോൾ മൈനസ് വി ഡി വി എന്ന് പറയുന്ന സാധനം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലല്ലേ, ഡി എച്ചിന് വരെ മൈനസ് ഇൻറ്റു വി ഇൻറ്റു ഡി വി ഇച്ച് ഈസ് ഈക്വൾ ടു ഡി പി ബൈ റോ എന്ന് എഴുതാം. ഇവിടെ നിന്ന് ഡി വി ഈസ് ഈക്വൾ ടു എന്ത് കിട്ടും, ഡി പി ബൈ റോ വി ഉണ്ട്, ഇവിടെ മൈനസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ എന്താക്കി ഞാൻ വെച്ചു, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് ഇക്വേഷൻ നമ്പർ 3 ആക്കി ഞാൻ വെച്ചു. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷൻ നമ്പർ 3നെ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. ഡി വിയുടെ കേസ് ഉണ്ടല്ലോ, അവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 3 ഇൻ ഇക്വേഷൻ നമ്പർ 1. അതായത് 3 എന്ന് പറയുന്ന സാധനം 1 എടുത്ത് കയറ്റാൻ പോവാണ്. ഇഫ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 3 ഇൻ ഇക്വേഷൻ നമ്പർ 1, ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ഡി റോ ബൈ റോ പ്ലസ് ഡി എ ബൈ എ മൈനസ് ഈ ഒരു സ്ഥലത്ത് ഡി വിയുടെ സ്ഥലത്ത് മൈനസ് ഡി പി ബൈ, മാറിപ്പോകരുത്, റോയും പിയും തമ്മിൽ മാറിപ്പോകരുത്, ഡി പി ബൈ റോ ഇൻറ്റു വി ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടെ ഓൾറെഡി ഒരു ഡിനോമിനേറ്ററിൽ വി ഉണ്ട്, ആ വി വി സ്ക്വയർ ആവും, വിച്ച് ഇസ് ഈക്വൾ ടു 0. വിച്ച് ഇസ് ഈക്വൾ ടു 0 എന്ന് പറയുന്ന സാധനത്തിലേക്ക് വരും. ഇനി ഈ ഒരു അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ ഒരു സംഭവത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുന്നു. എനിക്ക് വേണ്ടത് എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ ആണ്. അപ്പോൾ ഏരിയ മാത്രം ഒരു സൈഡ് ഇടുന്നു, ബാക്കിയൊന്നും അപ്പുറത്തേക്ക് പോയാൽ ഡി എ ബൈ എ ഈക്വൽസ് നമുക്ക് എന്ത് കിട്ടും, അപ്പുറത്ത് കിടക്കുന്ന എന്താണ്, ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ഡി പി ബൈ റോ വി സ്ക്വയർ അപ്പുറത്ത് കിടക്കും, മൈനസ് ഡി റോ ബൈ റോ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ഇത് 2 റോ ആണ്. ചിലപ്പോൾ പി എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോയി ഞാൻ എൻ്റെ, പക്ഷേ എഴുതി വരുമ്പോഴും ചിലപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം. കാര്യം നമ്മൾ എഴുതി പോകുമ്പോൾ നോക്കിക്കോളണം അത്.
ഇനി ഡി എ ബൈ ഈ ക്യാമറ റെക്കോർഡും കൂടെ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. ഇതിൽ നിന്ന് ഈ ഡി പി ബൈ റോ വി സ്ക്വയർ ഉണ്ടല്ലോ, ഈ ഒരു സാധനം ഞാൻ ബ്രാക്കറ്റ് പുറത്തെടുക്കുകയാണ്. ഡി പി ബൈ റോ വി സ്ക്വയർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് ഡി റോ ബൈ റോ എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവും. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഡി എ ബൈ എ എന്ന് പറയുന്ന സാധനത്തിൽ 1 മൈനസ് ഡി റോ ബൈ റോ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഡി റോ ബൈ റോ മാത്രമല്ലല്ലോ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തിരിച്ചിട്ട് കുടിച്ചാൽ മതി. റോ വി സ്ക്വയർ അല്ലെങ്കിൽ ബ്രാക്കറ്റിനകത്ത് എടുക്കുമ്പോൾ റോ വി സ്ക്വയർ ബൈ ഡി പി എന്നിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഈ ഡി പി ബൈ റോ വി സ്ക്വയർ പുറത്ത് വന്നു. ഇവിടെ ഡി റോ ബൈ റോ ഉണ്ട്. ഞാൻ ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്തെങ്കിലും വെട്ടിപ്പോകാണ്ടെങ്കിൽ റോയും വെട്ടിപ്പോകാനുണ്ട്, ബാക്കി സാധനങ്ങളൊക്കെ അവിടെ കിടക്കും. അപ്പോൾ അവിടെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഡി പി ബൈ റോ വി സ്ക്വയർ ഇൻറ്റു എന്തെന്ന് വരും 1 മൈനസ് വി സ്ക്വയർ അവിടെ കിടപ്പുണ്ട് ഇൻറ്റു അവിടുത്തെ എന്തുണ്ട് ഡി റോ ബൈ ഡി പി ഉണ്ട്. ഡി പി ബൈ ഡി റോ പഠിച്ചിട്ടുണ്ടല്ലോ. എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ് ഡി പി ബൈ ഡി റോ ആണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഡി റോ ബൈ ഡി പി എന്ന് പറഞ്ഞാൽ 1 ബൈ എ എന്ന് എഴുതാം. അപ്പോൾ 1 ബൈ എ എന്ന് പറയുന്നതിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഈ ഒരു സാധനത്തിന് ഈ ഒരു സാധനത്തുമായിട്ട് എയുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി പി ബൈ റോ വി സ്ക്വയർ എന്ന് പറയുന്നത് എന്ന് കിട്ടും 1 മൈനസ് വി സ്ക്വയർ ബൈ എ സ്ക്വയർ 1 ബൈ എ സ്ക്വയർ എന്ന് വരും. ഇത് മാക് നമ്പർ ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടും ഡി പി ബൈ റോ വി സ്ക്വയർ ഇൻറ്റു എന്താണ് 1 മൈനസ് എം സ്ക്വയർ ആണ് മാക് നമ്പർ എന്ന് പറയുന്നത്. ഇനി ഒരു ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ തിരിച്ച് ചെയ്യുന്നു. ഈ ഡി പി ബൈ റോ വി സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഇവിടെ ചെയ്തില്ലേ. ഡി വി എന്ന് പറയുന്ന സാധനത്തിലേക്ക് ഞാൻ ഇന്ന് തിരിച്ചു കൊണ്ടുവരണം. ഈ ഡി പി ബൈ റോ വി സ്ക്വയറും ഡി വിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതായത് ഇത് നോക്കിയാൽ മതി. ഡി പി ബൈ റോ വി എന്ന് പറയുന്നത് മൈനസ് ഡി വി ആണ്. ഇപ്പോൾ ഞാനിവിടെ എഴുതാൻ പോവാണ്. ജസ്റ്റ് ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇവിടെ ഡി എ ബൈ എ ആണല്ലോ. അപ്പോൾ ഇത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഡി പി ബൈ ഇതിൽ നിന്ന് എഴുതുകയാണ്. ഡി പി ബൈ റോ വി എന്ന് പറയുന്നത് ഡി വി ആണ്. പിന്നെ ഇവിടെ ഡിനോമിനേറ്റർ ഒരു വി സ്ക്വയർ ഇല്ലേ, ഇവിടെ ബൈ വി എടുത്തൂടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഡി വി ബൈ വി ആണ്. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഡി പി ബൈ റോ വി സ്ക്വയർ. അപ്പോൾ ഡി പി ബൈ റോ വി സ്ക്വയർ മാറ്റി നമ്മൾ ഡി വി ബൈ വി ഇവിടെ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ ഇക്വേഷനായി ഡി എ ബൈ എ ഈക്വൽസ് എന്തെന്നറിയോ ഡി വി ബൈ വി. പക്ഷേ ഒരു മൈനസ് കൂടെ ഉണ്ട്. പ്രശ്നമുണ്ട്. കാരണം ഇവിടെ ഒരു മൈനസ് കിടക്കൂലേ, ആ മൈനസ് ഇവിടെയും വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ മൈനസ് ഡി വി ബൈ വി ഇൻറ്റു 1 മൈനസ് എം സ്ക്വയർ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൈനസ് ബ്രാക്കറ്റിനകത്തോട്ട് കയറ്റിയാൽ നമ്മുടെ ആ ഫൈനൽ ഇക്വേഷനായി ഡി എ ബൈ എ ഈസ് ഈക്വൽ ടു എന്താണ് ഡി വി ബൈ വി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഷേപ്പ് ഓഫ് നോസിലിനൊക്കെ നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ട് ഇത് പഠിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. ദിസ് ഈസ് ദ എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ ഇൻ എന്താണ് ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന സാധനമാണ് വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് നോസിൽ ആൻഡ് ഡിഫ്യൂസർ. നോസിലിൻ്റെയും ഡിഫ്യൂസറിൻ്റെയും ഷേപ്പ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഈ എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഷേപ്പ് പറയുന്നത്. അപ്പം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് വാട്ട് ഈസ് ആക്ച്വലി ദ ഷേപ്പ് ഓഫ് എന്താണ് നോസിൽ ആൻഡ് ഡിഫ്യൂസർ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഷേപ്പ് ഓഫ് നോസിൽ പറയാം. നമുക്ക് എന്ത് പറയാം? ഷേപ്പ് ഓഫ് നോസിൽ. അപ്പോൾ ഷേപ്പ് ഓഫ് നോസിൽ എന്ന് പറയുന്ന സാധനം എന്താണ്? ഷേപ്പ് ഓഫ് നോസിൽ. അപ്പോൾ ഷേപ്പ് ഓഫ് നോസിൽ എന്ന് പറയുന്നതിന് നമുക്ക് നോസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നോസിലിൻ്റെ ഉപയോഗം എന്താണ്? നോസിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ increasing kinetic energy അല്ലെങ്കിൽ increasing kinetic energy of the fluid by the expense of, അതായത് kinetic energy കൂടണമെങ്കിൽ എന്തെങ്കിലും എനർജി കുറയണം. പ്രഷർ എനർജി, അതായത് പ്രഷർ എനർജിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. അപ്പോൾ പ്രഷർ കുറച്ചിട്ട് വെലോസിറ്റി കൂട്ടും. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ വെലോസിറ്റി കൂടും എന്ന് ആലോചിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ നോസിലിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോസിലിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏരിയയ്ക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ ആണല്ലോ. ഡി എ ബൈ എ എന്ന് പറയുന്നത് അതിൻ്റെ ഡി വി ബൈ വി എന്ന് പറയുന്ന സാധനം മാക് നമ്പർ എം സ്ക്വയർ മൈനസ് 1നും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ആൻഡ് മാക് നമ്പർ. അപ്പോൾ ഇവിടെ സംഭവം മാക് നമ്പറിൻ്റെ ഇതിനനുസരിച്ച് ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിക്കൊള്ളണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡറിങ് എ സബ്സോണിക് ഫ്ലോ, ഒരു സബ്സോണിക് ആയിട്ടുള്ള ഒരു ഫ്ലോ കൺസിഡർ ചെയ്തിട്ട് വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓഫ് ഏരിയ, അതായത് ഏരിയ കൂടണോ കുറയണോ അതാണ് നമുക്ക് വേണ്ടത്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാക് നമ്പർ. അപ്പോൾ സബ്സോണിക് ആണെങ്കിൽ മാക് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ഇറ്റ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1. സബ്സോണിക് ലെസ് ദാൻ 1 ആകുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഫോർ എന്താണ് എ നോസിൽ. ഇൻ ദ കേസ് ഓഫ് എ നോസിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഡി വി ബൈ വി എന്ന് പറയുന്നത് ഷുഡ് ഓൾവേസ്
പോസിറ്റീവ്. അതെന്തായിരിക്കണം? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. കാര്യം എന്താണ്? ബിക്കോസ് എന്താണ് അതിന് കാര്യം എന്താണ്? ബിക്കോസ് വെലോസിറ്റി എന്ന് പറയുന്നത് കൂടെ ഉള്ളൂ, വെലോസിറ്റി ഒരിക്കലും കുറയത്തില്ല. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ ഡി വി ബൈ വി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവായിട്ട് തന്നെ കിട്ടണം, പോസിറ്റീവായിട്ട് ഡി വി ബൈ വിയുടെ വാല്യൂ കിട്ടണം. പക്ഷേ ഇവിടെ ഇഫ് ദ മാക് നമ്പർ ഈസ് ലെസ് ദാൻ 1, ഇഫ് എന്താണ് എം ഈസ് ലെസ് ദാൻ 1, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ടേം എം സ്ക്വയർ മൈനസ് 1? എം സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് നെഗറ്റീവ്. ഈ വിൽ ബി ഈസ് നെഗറ്റീവ്. അതെന്തായി മാറും? നെഗറ്റീവായി മാറും. കാര്യം പോയിൻറ്റ് സംതിങ് മൈനസ് 1 എന്ന് പറയുന്നത് ചെറുതെന്ന് വലുത് കുറയ്ക്കുമ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ അല്ലേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ എം സ്ക്വയർ 1 എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടണമെങ്കിൽ ഡി എ ബൈ എയുടെ വാല്യൂ എന്തായേ പറ്റൂ? നെഗറ്റീവ് ആയേ പറ്റൂ. നെഗറ്റീവ് മാത്രമേ പോസിറ്റീവ് ആവൂ. അപ്പം ഡി എ ബൈ എ എന്ന് പറയുന്നത് ദെയർഫോർ ഡി എ ബൈ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഷുഡ് പോസിറ്റീവ്. അതെന്താവണം? പോസിറ്റീവ് ആവണം. അത് പോസിറ്റീവ് ആവണമെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും, കുറയുമ്പം നെഗറ്റീവ് ആവും. അപ്പം എ എന്ന് പറയുന്നത് ഷുഡ് എന്താണ്? ഇൻക്രീസ്. ഏരിയ കൂടണം എന്ന് പറഞ്ഞാൽ ഒരു സബ്സോണിക് ഫ്ലോ ഇവിടെ വന്ന് നിന്നാൽ നമ്മൾ ഏരിയ എന്ന് പറയുന്ന സാധനം കൂട്ടി കൊടുക്കണോ കുറച്ച് കൊടുക്കണോ? സോറി, ഏരിയ എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലല്ലോ. ഈ ഡി എ ബൈ എ എന്ന് പറയുന്നത് എന്താവണം? നെഗറ്റീവ് ആവണം. ഇറ്റ് ഷുഡ് ബി നെഗറ്റീവ്. അതെന്ന് പറയുന്നത് നെഗറ്റീവ് ആവണം. അപ്പോൾ നെഗറ്റീവ് ആവണമെങ്കിൽ എ എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവണമെങ്കിൽ ഏരിയ കുറയണം. പോസിറ്റീവ് ആണെങ്കിൽ ഏരിയ കൂട്ടണം. നെഗറ്റീവ് ആകുമ്പോൾ ഏരിയ കുറയണമെന്നുള്ളതാണ്. അപ്പോൾ ഏരിയ അവിടെ എന്ത് ചെയ്യണം? കുറയണം. അപ്പോൾ ഏരിയ താഴേക്ക് വരണം. ഡി എ ബൈ എ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഡി എ ബൈ എ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് അവിടെ കുറയണം. ഡി എ ബൈ എ പോസിറ്റീവ് ആണെന്ന് കിട്ടിയിരുന്നെങ്കിൽ ഏരിയ നമുക്ക് കൂട്ടണമെന്ന് പറയാമായിരുന്നു. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് കുറയണം. അപ്പോൾ ഏരിയ കുറയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സബ്സോണിക് ഫ്ലോ ഇവിടെ നിൽക്കുവാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? ഏരിയ കുറച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വരും, ഏരിയ കുറച്ച് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ നോസിൽ. അപ്പോൾ ഈ നോസിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് നോൺ ആസ് ദി കൺവേർജിങ് നോസിൽ. അപ്പോൾ കൺവേർജിങ് നോസിലിൻ്റെ പ്രത്യേകത ഇവിടെ ഒരു സബ്സോണിക് ഫ്ലോ കിട്ടിയാൽ ആ സബ്സോണിക് ഫ്ലോ ഇവിടെ എത്തുമ്പോഴത്തേക്ക് മാക്സിമം സോണിക് വരെ, സൂപ്പർ സോണിക്കിൻ്റെ കണ്ടീഷൻ നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അതുകൊണ്ട് സോണിക് വരെ വരുമെന്ന് നമുക്ക് പറയാം. സോണിക് വെലോസിറ്റി, അത് വെലോസിറ്റി കൂടി പോകും. ഇപ്പോൾ ഇവിടെ മാക് നമ്പർ 0.5 ആണ്. ഇവിടെ എത്തുമ്പോൾ മാക് നമ്പർ മാക്സിമം എവിടം വരെ പോവാം? 1 വരെ പോവാം. പിന്നെ ഗ്രേറ്റർ ഉണ്ടാവുന്ന കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. ഇനി ഈ ഫ്ലോ എന്ന് പറയുന്നത് സൂപ്പർ സോണിക് ആവുകയാണെങ്കിൽ, അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഫ്ലോ ബിക്കംസ് എന്താണ്? സൂപ്പർ സോണിക്. അതായത് സൂപ്പർ സോണിക് ആകുമ്പോഴത്തേക്കുള്ള പ്രത്യേകത മാക് നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ 1 ആണ്. അപ്പോൾ നമ്മുടെ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമ്മുടെ ടേം ഈ എം സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. പക്ഷേ ഈ ഡി എ ബൈ എയും എന്തായി തന്നെ ഇരിക്കണം? പോസിറ്റീവായി ഇരുന്നാൽ മാത്രമേ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഡി വി ബൈ വി എന്ന് പറയുന്ന സാധനം എന്ത് കിട്ടത്തുള്ളൂ? പോസിറ്റീവ് കിട്ടത്തുള്ളൂ. നമുക്കറിയാം ഡി വി ബൈ വി പോസിറ്റീവ് ആയിരിക്കണം നോസിൻ്റെ കേസിൽ. അപ്പോൾ ഏരിയ ഇവിടെ എന്ത് ചെയ്യണം? കൂടണം. അപ്പോൾ നമ്മൾ നേരത്തെ കാണുന്ന പോലെയല്ല, നമ്മൾക്ക് ഏരിയ കുറച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും വെലോസിറ്റി കൂടുമെന്ന് നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഏരിയ എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും? കൂട്ടി കൊടുത്താൽ മാത്രമേ, സൂപ്പർ സോണിക് ഫ്ലോ വരുമ്പോഴത്തേക്ക് ഏരിയ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവിടെ ഫ്ലോ എന്ന് പറയുന്നത് എന്ത് ചെയ്യത്തുള്ളൂ? ഇൻക്രീസ് ഫ്ലോയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു സൂപ്പർ സോണിക് ഫ്ലോയാണ് നമുക്ക് ഇവിടെ വന്ന് നിൽക്കുന്നതെങ്കിൽ, അതായത് മാക് നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ 3 ആണ്. ആണെങ്കിൽ ഇവിടെ മാക് നമ്പർ 5 കിട്ടണമെങ്കിൽ ഏരിയ എന്ത് ചെയ്ത് കൊടുക്കണം? ഏരിയ ഷുഡ് ബി ഇൻക്രീസ്ഡ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് കൂട്ടിയിട്ട് വേണമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? വെലോസിറ്റി എന്ന് പറയുന്നത് കൂടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇത് കൺവേർജിങ്. ഈ സാധനത്തിനെ നമ്മൾ എന്ത് നോസിൽ എന്ന് വിളിക്കും? ഇറ്റ് ഈസ് ആക്ച്വലി ദി ഡൈവേർജിങ് നോസിൽ. അപ്പോൾ എന്താണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വെലോസിറ്റി സബ്സോണിക്കിൽ നിന്ന് സൂപ്പർ സോണിക്കിലേക്ക് എത്തിക്കാൻ പറ്റുമോ? സൂപ്പർ സോണിക്കിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സബ്സോണിക് നോസിലിൽ ഒരു സബ്സോണിക് ഫ്ലോ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഏരിയ കുറച്ച് കൊടുക്കണം. അപ്പോൾ ഏരിയ കുറച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടി ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഏരിയയുടെ വെലോസിറ്റി കൂടി മാക് നമ്പർ എന്ന് പറയുന്നത് 1 ആവും. എന്നിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ട് പിന്നെ ഏരിയ സൂപ്പർ സോണിക്കിലേക്ക് കടക്കുമ്പോൾ ഏരിയ കൂട്ടി കൊടുത്താൽ മാത്രമേ അത് സൂപ്പർ സോണിക് വെലോസിറ്റി അച്ചീവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ സൂപ്പർ സോണിക്കിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഏരിയ അവിടെ എന്ത് ചെയ്തു? നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുപ്പിച്ചു. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു നോസിലിൻ്റെ 3 പോർഷൻസ് ആയിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ദ കൺവേർജിങ് പോർഷൻ. ഇത് നമ്മളെ കൺവേർജിങ് പോർഷനാണ്. ദ സെക്കൻഡ് വൺ ത്രോട്ടാണ്. മൂന്നാമത്തെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ
ഡൈവേർജിങ് പോർഷൻ എന്ന് പറയുന്ന ഡൈവേർജിങ് പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഷേപ്പ് ഓഫ് നോസിൽ. അപ്പോൾ കൺവേർജൻ്റ്. അപ്പോൾ ത്രോട്ടിൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്തോറും ഏരിയ കൂടുകയും കുറയുകയും ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, നമ്മുടെ എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ കാര്യം അതേപടി എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് ഷേപ്പ് ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി വെക്കുക. അപ്പോൾ ദർ വിൽ ബി കൺവേർജിങ് നോസിൽ. കൺവേർജിങ് നോസിൽ സൂപ്പർസോണിക് എത്തൂല. ഡൈവേർജിങ് നോസിൽ സൂപ്പർസോണിക്കും സബ്സോണിക്കും കൺവേർഷൻ നടക്കില്ല. കൺവേർജൻ ഡൈവേർജിങ് നോസിലുണ്ടെങ്കിൽ സബ്സോണിക്കിൽ നിന്ന് സൂപ്പർസോണിക്കിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഇൻലെറ്റിൽ സബ്സോണിക് കൊടുത്താൽ ഔട്ട്ലെറ്റിൽ നമുക്ക് എന്ത് കിട്ടും? സൂപ്പർസോണിക് കിട്ടും. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കൺവേർജിങ് ഡൈവേർജിങ് നോസിൽ എന്ന് വിളിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് കൺവേർജിങ് ഡൈവേർജിങ് നോസിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത നോക്കുന്നത് വാട്ട് ഈസ് എ ഷേപ്പ് ഓഫ് ഡിഫ്യൂസർ എന്ന് പറയുന്നതാണ്. എന്താണ് ഡിഫ്യൂസർ? അതിൻ്റെ ഷേപ്പ് എന്താണ്? അപ്പോൾ ഈ ഷേപ്പ് ഓഫ് ഡിഫ്യൂസറും ഇമ്പോർട്ടൻ്റ് ആണ്. ഷേപ്പ് ഓഫ് നോസിൽ പോലെ ഷേപ്പ് ഓഫ് ഡിഫ്യൂസർ. അപ്പോൾ ഈ ഷേപ്പ് ഓഫ് ഡിഫ്യൂസർ എങ്ങനെ വരും എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ട സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഷേപ്പ് ഓഫ് ഡിഫ്യൂസർ വരുന്നതിന് മുമ്പ് എന്താണ് ഡിഫ്യൂസർ എന്ന് പറയണം. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ, നേരെ തിരിച്ച് പറഞ്ഞാൽ മതി, യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് പ്രഷർ എനർജി. എന്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്? പ്രഷർ എനർജി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻക്രീസിങ് പ്രഷർ എനർജി ബൈ ദി എക്സ്പെൻസ് ഓഫ്. അപ്പോൾ എന്തായിരിക്കും കുറയുന്നത് അവിടെ? കൈനറ്റിക് എനർജി ബൈ ദ എക്സ്പെൻസ് ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് കുറയും, പ്രഷർ എന്ന് പറയുന്നത് കൂടും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഡി എ ബൈ എഫക്റ്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ ഡി എ ബൈ എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ വി എന്ന് പറയുന്നത് ഇൻറ്റു എം സ്ക്വയർ മൈനസ് 1 ആണ്. ഹിയർ എന്താ കണ്ടീഷൻ? വെലോസിറ്റി കുറയണം. ഹിയർ ഡി വി ബൈ വി, അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഡി വി ബൈ വി എന്ന് പറയുന്നത് നെഗറ്റീവ് കിട്ടണം. അപ്പോൾ നമുക്ക് സബ്സോണിക്കിലും സൂപ്പർസോണിക്കിലും എന്ത് വരും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സബ്സോണിക് ആയിട്ടുള്ള ഒരു ഡിഫ്യൂസർ കൺസിഡർ ചെയ്താൽ മാക് നമ്പർ വിൽ ബി ലെസ് ദാൻ 1. ദെയർഫോർ ദ മാക് നമ്പർ എം സ്ക്വയർ, ദ ടേം എം സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് വരും. അതവിടെ എപ്പോഴാണ്? പക്ഷേ ഈ ഒരു സാധനം നെഗറ്റീവ് വന്നാൽ, ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ്, ഇത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഡി വി ബൈ വി നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഇത് എന്തായേ പറ്റൂ? ഇത് പോസിറ്റീവായേ പറ്റൂ. ഡി എ ബൈ എ എന്ന് പറയുന്നത് പോസിറ്റീവായേ പറ്റൂ. അപ്പോൾ ഡി എ ബൈ എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഡി വി ബൈ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഏരിയ ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഏരിയ ഷുഡ് ബി ഇൻക്രീസ്ഡ്. അപ്പോൾ നമ്മൾ സബ്സോണിക്കിൽ നമ്മൾ നേരത്തെ പഠിച്ചത് സബ്സോണിക്കിൽ നോസിൽ ആക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഏരിയ അവിടെ എന്ത് ചെയ്ത് വെലോസിറ്റി കൂട്ടണമെങ്കിൽ ഏരിയ കുറച്ച് കൊടുക്കണം. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ സബ്സോണിക്കിൽ ഏരിയ എന്ത് ചെയ്താണ്? സബ്സോണിക് ഫ്ലോ വരുമ്പോഴത്തേക്ക് ഏരിയ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ, ഇഫ് വി ഇൻക്രീസ് ദ ഏരിയ ദെൻ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഡിഫ്യൂസർ. ആ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഏരിയ കൂട്ടി കൊടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഡിവൈസ് എന്ന് പറയുന്നത് ഒരു ഡിഫ്യൂസറായിട്ട് ആക്ട് ചെയ്യും സബ്സോണിക് ഫ്ലോയിൽ. അപ്പോൾ മാക് നമ്പർ ഇവിടെ അവിടെയും സബ്സോണിക് ആയിട്ട് തന്നെ നിൽക്കും. കാര്യം മാക് നമ്പർ ഇവിടെ ഒരു 0.80 കിടക്കുകയാണെങ്കിൽ ഇവിടെ മാക് നമ്പർ എന്ന് പറയുന്നത് അതിനെക്കാട്ടി ചെറുതായിരിക്കും, ലെസ് ദാൻ 0.8 വരും. അത്രയേ ഉള്ളൂ. സബ്സോണിക് ഫ്ലോ തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇറ്റ് ഈസ് നോൺ ആസ് ദി ഡൈവേർജൻറ്റ്. ഇത് ഡൈവേർജ് ചെയ്തിരിക്കുന്നുണ്ട്. ഡൈവേർജൻറ്റ് എന്തെന്ന് വിളിക്കും? ഡിഫ്യൂസർ എന്ന് വിളിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് ദി ഡൈവേർജൻറ്റ് ഡിഫ്യൂസർ. അപ്പോൾ ഡൈവേർജൻറ്റ് ഡിഫ്യൂസർ എന്ന് പറയുന്ന സാധനം അവിടെ കൺസെപ്റ്റ് അവിടെ പിടികിട്ടിയല്ലോ. ഇനി അടുത്ത വേണ്ടതെന്ന് പറയുന്നത് ഡൈവേർജൻറ്റ് ഡിഫ്യൂസർ പോലെ നമുക്ക് രണ്ടാമത് നമ്മൾ പറയേണ്ട സാധനം സബ്സോണിക് ഫ്ലോ ആണെങ്കിൽ അങ്ങനെ വരും. ഇനി ഫ്ലോ എന്ന് പറയുന്നത് സൂപ്പർ സോണിക് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്നുള്ളതാണ്. സൂപ്പർ സോണിക് ആണെങ്കിൽ മാക് നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? എം സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. എം സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്ന സാധനം പോസിറ്റീവ് ആണെങ്കിൽ ബട്ട് നമുക്ക് ഇത് നെഗറ്റീവ് കിട്ടണം. അപ്പോൾ ഡി എ ബൈ എ നെഗറ്റീവ് ആയേ പറ്റൂ. അപ്പോൾ ഡി എ ബൈ എ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി നെഗറ്റീവ്. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഡി വി ബൈ വി എന്ന് പറയുന്നത് നെഗറ്റീവ് കിട്ടും. അപ്പോൾ ഏരിയ കുറയണം. അപ്പോൾ നമ്മൾ സൂപ്പർസോണിക് ഫ്ലോ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇഫ് ദ ഫ്ലോ ഈസ് അസ്യൂംഡ് ടു ബി സൂപ്പർ, അല്ലെങ്കിൽ ഫ്ലോ എന്ന് പറയുന്നത് സൂപ്പർസോണിക് ആയിട്ട് നിൽക്കുവാണ് ഇവിടെ വന്ന്. അപ്പോൾ വെലോസിറ്റി കുറയ്ക്കണമെങ്കിൽ, അപ്പോൾ സൂപ്പർസോണിക് ആയിട്ട് നിന്നാൽ നമ്മൾ ഏരിയ കൂട്ടി കൊടുത്താൽ വെലോസിറ്റി കൂടും, നോസിൽ ആക്ഷൻ നടക്കും. അപ്പോൾ അതേസമയം ഏരിയ എന്ത് ചെയ്ത് കൊടുക്കണം? നമ്മൾ ഈ സൂപ്പർസോണിക് ഫ്ലോയിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഏരിയ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? റെഡ്യൂസ് ചെയ്ത് കൊടുത്താൽ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ നടക്കും, അഥവാ വെലോസിറ്റി കുറയുന്ന ആക്ഷൻ നടക്കും. അപ്പോൾ ഏരിയ കുറയുന്ന സമയത്ത് സൂപ്പർസോണിക് ഫ്ലോ ആണ് ഇവിടെ വന്ന് നിൽക്കുന്നതെങ്കിൽ അവിടെ ഏരിയ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ, ഇഫ് ദ ഫ്ലോ ഈസ് സൂപ്പർസോണിക് ആൻഡ് ദ ഏരിയ ഈസ് റെഡ്യൂസിങ് ദെൻ ഇറ്റ് വിൽ ബി സോണിക്. ഇത് മാക്സിമം കുറഞ്ഞ് മാക് നമ്പർ 1 വരെ വരാം മാക്സിമം. അപ്പോൾ മാക് നമ്പർ ഇത് 5 ആണെങ്കിൽ ഇവിടെ മാക് നമ്പർ ലെസ് ദാൻ 5 കിട്ടത്തുള്ളൂ. മാക്സിമം 1 വരെ വരാം. പിന്നെ സബ്സോണിക് ആയി പോകും, പിന്നെ അത് നമുക്ക് നടക്കത്തില്ല. അപ്പോൾ സൂപ്പർ സോണിക്കിന് നമുക്ക് സോണിക് വരെ ഇവിടെ ആക്കാൻ പറ്റും. നമുക്ക് സബ്സോണിക്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പിന്നെ ഏരിയ എന്ത് ചെയ്ത് കൊടുക്കണം? ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്?
ഒരു സൂപ്പർസോണിക് ഫ്ലോയിനെ സബ്സോണിക് ഫ്ലോയിലാക്കുവാണെങ്കിൽ ഇതെടുത്ത് ഇവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സൂപ്പർസോണിക് ഫ്ലോ വരുമ്പോൾ ഇഫ് ദ ഫ്ലോ ഈസ് സൂപ്പർസോണിക് വി ഹാവ് ടു റെഡ്യൂസ് ദ വെലോസിറ്റി ടു സബ്സോണിക് ഫ്ലോ. ദെൻ എന്താണ്, നമുക്ക് ഏരിയ കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ എത്തുമ്പോൾ മാക് നമ്പർ 1 ആവും. അപ്പോൾ ആ 1 ആയതിനു ശേഷം പിന്നെ ഏരിയ എന്ത് ചെയ്ത് കൊടുക്കണം? ഈ സബ്സോണിക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഏരിയ എന്ത് ചെയ്ത് കൊടുക്കണം? ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏരിയ കുറച്ചിട്ട് പിന്നെ ഏരിയ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ അഥവാ കൺവേർജൻ ഡൈവേർജൻറ്റ് ടൈപ്പിനെ വെച്ചിട്ട് ഇൻലെറ്റിൽ നമ്മൾ സൂപ്പർസോണിക് ഫ്ലോ ആണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്ലെറ്റിൽ നമുക്കൊരു സോണിക് ഫ്ലോ കിട്ടും. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദി കൺവേർജൻ പാർട്ട്. ദിസ് വൺ ഈസ് ദ ത്രോട്ട് വെയർ ദ മാക് നമ്പർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സ്റ്റാർ ഇട്ട പ്രോപ്പർട്ടീസ് പറയും. ഇവിടെ എന്ന് പറയുന്നത് ഡൈവേർജിങ് പോർഷൻ. ദെയർഫോർ ഇറ്റ് ഈസ് ദ കൺവേർജിങ് ഡൈവേർജിങ് എന്തെന്ന് പറയും? ഡിഫ്യൂസർ എന്ന് പറയും. രണ്ടും ഒരേ സാധനം തന്നെയാണ്, കൺവേർജിങ് ഡൈവേർജിങ് തന്നെയാണ്. പക്ഷേ ഇൻലെറ്റിൽ സൂപ്പർസോണിക് കൊടുത്താൽ ഔട്ട്പുട്ടിൽ സോണിക് കിട്ടും. ഇവിടെ ഇൻലെറ്റിൽ സബ്സോണിക് കൊടുത്താൽ ഔട്ട്ലെറ്റിൽ സൂപ്പർസോണിക് കിട്ടും. അഥവാ സബ്സോണിക്കാണ് ഇൻലെറ്റ് എങ്കിൽ അത് നോസലായിട്ടും സൂപ്പർസോണിക്കാണ് കൺവേർജൻ ഡൈവേർജനിൽ ഇൻലെറ്റ് എങ്കിൽ ഇത് എന്തായിട്ടും ആക്ട് ചെയ്യും? ഡിഫ്യൂസറായിട്ടും ആക്ട് ചെയ്യും. ഇതാണ് ഷേപ്പ് ഓഫ് നോസൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്നതാണ്. ചോക്കിംഗ് ഇൻ ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറയുന്നതും കൂടെ പറഞ്ഞ് നമുക്ക് ഈ മോഡ്യൂൾ തീർക്കാം. ചോക്കിംഗ് ഇൻ ഐസെൻട്രോപിക് ഫ്ലോ. പിന്നെ കൺസെപ്റ്റ് വന്നത് നമ്മൾ ഒറ്റ വീഡിയോയിൽ തീർക്കുകയാണ് ഈ ഒരു മോഡ്യൂൾ. ഇതേപോലെ തന്നെ ബാക്കി രണ്ടും തീരും, അത് ആലോചിച്ചോളണം. 5th മോഡ്യൂളും 4th മോഡ്യൂളും തീരും, 5th മോഡ്യൂളും തീരും. പിന്നെ ബാക്കി 3rd മോഡ്യൂൾ ഇത് കൂടെയൊക്കെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയാം. കാരണം അതിൻ്റെ വലിയ ഡെറിവേഷൻസ് ഉണ്ട്. ഡെറിവേഷൻ ചെയ്യാൻ എടുക്കുന്ന സമയമുള്ളൂ. അല്ല ബാക്കി പ്രോബ്ലം ചെയ്യാനുള്ള കൺസെപ്റ്റ് പറയാൻ വേണ്ടി അരമണിക്കൂർ പോലും വേണ്ട 3rd മോഡ്യൂൾ. പ്രോബ്ലം ചെയ്യാൻ ഉള്ള കൺസെപ്റ്റ് അറിയാൻ വേണ്ടി. പക്ഷേ എന്താണ് ബാക്കി ഫ്ലോസ് ഡെറിവേഷൻ ഉള്ളതുകൊണ്ട് ഇത്തവണ സമയം എടുക്കുന്നേ ഉള്ളൂ. 2 വീഡിയോ ആയിട്ട് 2 ഡെറിവേഷൻസ് ചെയ്തിട്ട് അടുത്തത് കൺസെപ്റ്റ് ഒരു അരമണിക്കൂർ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ചോക്കിംഗ് ഇൻ ഐസെൻട്രോപിക് ഫ്ലോ. അപ്പോൾ ചോക്കിംഗ് ഇൻ ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറയുന്നതല്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ നോസിലിൻ്റെ എടുക്കുക, ചോക്കിംഗ് ഇൻ നോസിൽ എടുക്കുവാണ്. നിങ്ങൾ എഴുതേണ്ട കാര്യം ഇതാ. ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ മാക് നമ്പർ എന്താവുന്ന കണ്ടീഷനാണ്? 1 അറ്റ് എവിടെ? ത്രോട്ടിൽ മാക് നമ്പർ 1 ആവുന്ന കണ്ടീഷനാണ് ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പോൾ സാധാരണ ഒരു നോസിലുണ്ട്, നമ്മൾ പറയും കൺസിഡർ എ നോസിൽ, കൺവേർജൻ ഡൈവേർജൻ നോസിൽ. ഇഫ് ദ കൺവേർജൻ ഡൈവേർജൻ നോസിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 റീജിയൻസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് കൺവേർജിങ് പോർഷൻ, ത്രോട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൈവേർജിങ് പോർഷൻ. The converging portion at the inlet of the nozzle we provide the subsonic flow, and at the throat the Mach number becomes on unity. That means it becomes a sonic flow, and at outlet it will become supersonic. But if the Mach number at throat is not unity, that means if നമ്മൾ കണ്ടീഷൻ പറയുകയാണ്, ഡേഞ്ചർ പറയുകയാണ്. ഇഫ് മാക് നമ്പർ ഈസ് ലെസ് ദാൻ 1 അറ്റ് ത്രോട്ടിൽ മാക് നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ഫ്ലോയെ കിട്ടത്തുള്ളൂ? സബ്സോണിക് ഫ്ലോയെ കിട്ടത്തുള്ളൂ. അതായത് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് സൂപ്പർസോണിക് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ഡൈവേർജൻ സെക്ഷൻ വി വിൽ ഗെറ്റ് എ സബ്സോണിക് ഫ്ലോ. ഇൻലെറ്റിൽ ഡൈവേർജൻ സെക്ഷനിൽ സബ്സോണിക് ഫ്ലോ ഇൻലെറ്റ് നിന്നാൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഡിഫ്യൂസർ. അതെന്തായിട്ട് ആക്ട് ചെയ്യും? ഇറ്റ് വിൽ ആക്ട് ആസ് എ ഡിഫ്യൂസർ. ഈ പോർഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഡിഫ്യൂസറായിട്ട് ആക്ട് ചെയ്യും. നമുക്ക് വേണ്ട നോസലല്ലേ, നോസൽ ആക്ഷൻ നടക്കണമെങ്കിൽ ഇവിടെ മാക് നമ്പർ 1 ആയേ പറ്റത്തുള്ളൂ. അപ്പം ഇഫ് ദ മാക് നമ്പർ അറ്റ് ത്രോട്ട് ബിക്കംസ് ലെസ് ദാൻ യൂണിറ്റി, ദെൻ the flow available at the inlet of the divergent section becomes subsonic. Since the divergent section has the increasing area, the divergent section will act as a diffuser. Therefore it will act as a venturimeter. ഒരു വെഞ്ചുറിമീറ്ററിൻ്റെ കൺസെപ്റ്റിലേക്ക് വരും. സോ വെഞ്ചുറിമീറ്ററിൻ്റെ കാര്യം ഇവിടെ പറയണ്ട എന്നാലും. So whenever the Mach number becomes unity at the throat, that condition is known as choked. അതായത് ഒരു നോസിൽ ഈസ് സെഡ് ടു ബി ചോക്ഡ് ഇഫ് ദ മാക് നമ്പർ അറ്റ് ത്രോട്ട് ബിക്കംസ് യൂണിറ്റി. എന്നാലേ ആ നോസിൽ ആക്ഷൻ ഫുൾ നടക്കത്തുള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പോയിൻ്റ് എടുത്തത്. ഫോർ മേക്കിംഗ് എന്താണ് m ഈക്വൽ ടു 1 അറ്റ് ത്രോട്ട്, അതായത് ത്രോട്ടിൽ m ഈക്വൽ ടു 1 ആക്കാൻ വി ഹാവ് ടു പ്രൊവൈഡ് എന്താണെന്ന് അറിയാമോ? മാക്സിമം മാസ് ഫ്ലോ റേറ്റ്. അതായത് മാസ് ഫ്ലോ നിങ്ങളൊന്ന് ആലോചിക്കും, ഇവിടെ കൂടെ ഒരു എയർ വിട്ടാൽ ഇതിൻ്റെ ഏരിയയുടെ എഫക്റ്റ് വല്ലതും വരും. അപ്പോൾ ഇത് ഫുൾ നിറച്ച് വിടണം, എന്നാലേ നമുക്ക് ആ ഏരിയയുടെ എഫക്റ്റ് കൊണ്ട് ഇവിടെ മാക് നമ്പർ എന്താവത്തുള്ളൂ? യൂണിറ്റി ആവത്തുള്ളൂ എന്ന് ആലോചിച്ചുള്ളൂ. അപ്പോൾ മാക്സിമം മാസ് ഫ്ലോ റേറ്റ് കൊടുത്താൽ മാത്രമേ നമുക്കവിടെ ചോക്ക്ഡ് കണ്ടീഷൻ കിട്ടത്തുള്ളൂ. ഇത് തന്നെയാണ് ഡിഫ്യൂസറിൻ്റെ കേസിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദ കേസ് ഓഫ് ഡിഫ്യൂസർ എന്താണ് ചെയ്യുന്നത്? ഡിഫ്യൂസറിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഇഫ് വി ആർ ഹാവിങ് എ സൂപ്പർ സോണിക് ഫ്ലോ, ഡൈവേർജൻ സെക്ഷൻ, ഇവിടെ മാക് നമ്പർ യൂണിറ്റി ആവണം, അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യും? സബ്സോണിക് ആയിട്ടിരിക്കും അല്ലേ?
സബ്സോണിക് ആയിട്ടാ സൂപ്പർ സോണിക് ആയിട്ടിരിക്കും. മാക് നമ്പർ 1 ആവണം, കുറഞ്ഞ് വരെയാണ് അല്ലേ. ഇപ്പോൾ മാക് നമ്പർ 1 ആയില്ല, അപ്പോൾ ഇവിടെ മാക് നമ്പർ =5 ആണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് മാക് നമ്പർ 1 ആയില്ല എന്ന് മീൻസ് 1-നെക്കാട്ടി കൂടുതലാണ്. അപ്പോൾ അതെന്തായിരിക്കും, സൂപ്പർ സോണിക്കാണ്. സൂപ്പർ സോണിക്കിൽ ഡൈവർജൻ പോർഷൻ നിന്നാന്ന് ആലോചിക്കുക. ഇതാണ്ട സൂപ്പർ സോണിക്ക് ഡൈവർജൻ പോർഷൻ എന്നാൽ നോസിലാണ്. അപ്പോൾ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും, നോസിലായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് ചോക്ക്ഡ് അല്ല. ഇപ്പോൾ മാക് നമ്പർ ഇവിടെ 1 ആയാലേ ചോക്ക്ഡ് ആവാൻ പറ്റൂ. അതിന് നമ്മൾ എന്ത് കൊടുക്കണം, ഇവിടെ അതേപോലെ മാക്സിമം മാസ് ഫ്ലോ റേറ്റ് കൊടുക്കണം. അപ്പോൾ ചോക്കിംഗ് ഇൻ നോസിലും പറയാം, ചോക്കിംഗ് ഇൻ ഡിഫ്യൂസറും പറയാം, ഈ മോഡ്യൂൾ തീർന്നു എന്നും പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ എന്തുകൊണ്ട് ഇതിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഇതേപോലെ 2 മണിക്കൂർ കൂടെ ആകുമ്പം ഫോർത്തും തീരും, തേർഡും തീരും, ഫിഫ്ത്തും തീരും. തേർഡ് അരമണിക്കൂർ മതി. പിന്നെ ഡെറിവേഷനും പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഒരു മണിക്കൂറും കൂടെ നമുക്ക് എക്സ്ട്രാ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മോഡ്യൂൾ. ഇതിൻ്റെ പ്രോബ്ലം ഇത് മനസ്സിലായില്ലേ. ഒരു 4-5 വീഡിയോയിൽ സത്യം പറഞ്ഞാൽ ഈ ഫുൾ CFF തീർക്കാം. പക്ഷേ ഞാൻ ആദ്യത്തെ കുറച്ച് കൺസെപ്റ്റ്സ് അധികം വേണമെന്നുള്ളതുകൊണ്ടാണ് അത്രയും ഒരു 4-5 വീഡിയോസ് ഫസ്റ്റ് മോഡ്യൂളിൽ മാത്രം ചെയ്തത്. സെക്കൻഡ് മോഡ്യൂളിൽ ഇത്ര മതി. ഓക്കെ, പിന്നെ അടുത്ത മോഡ്യൂളിൽ കാണാം.